അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങളുടെ ഒരു പ്രതിഫലനമാണ് ഇന്ന് കേരളത്തിലുണ്ടായത്. കോൺഗ്രസിനും ടീം UDF-നും തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി ഇനി മുന്നോട്ട് പോകാം. അതിനായിട്ടാണ് ഈ മാസം 9-നും 11-നും കേരള ജനത പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങിയതെന്ന് വേണം കരുതാൻ. അവരിത് അടുത്ത കൊല്ലവും ആവർത്തിക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇന്ന് കേരളം കേട്ടുണർന്ന ടീം UDF-ന്റെ വിജയഭേരി ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതായിരുന്നുവെന്ന് ഏതൊരു രാഷ്ട്രീയ വിദഗ്ധനും സമ്മതിക്കുവാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാകില്ല. സംസ്ഥാനത്തുടനീളം അലയടിച്ച UDF-ന്റെ മിന്നും ജയം ഒന്നിലേറെ കാര്യങ്ങളാൽ പ്രത്യേകത നിറഞ്ഞതായിരുന്നു. അവയിൽ പ്രധാനം കഴിഞ്ഞ 9.5 കൊല്ലമായി സംസ്ഥാനം ഭരിക്കുന്ന LDF-ന്റെ കൊടും അഴിമതിയും കെടുകാര്യസ്ഥതയും ജനങ്ങളെ അവരിൽ നിന്നും പൂർണ്ണമായും അകറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, താഴെത്തട്ടിൽ ടീം UDF നടത്തിയ അച്ചടക്കത്തോടു കൂടിയുള്ള കഠിനാധ്വാനത്തിന്റെയും പ്രതിഫലനമാണ്. കഴിഞ്ഞ ഒരു കൊല്ലത്തിലേറെയായി UDF-ന്റെ ശ്രദ്ധ മുഴുവൻ അവരുടെ മിഷൻ 2025 പദ്ധതിയിലായിരുന്നു. അവ മുന്നണി നേതാക്കളെ പോലും ഞെട്ടിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ജനം പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിച്ചിട്ടുള്ളത്. ടീം UDF-നും കോൺഗ്രസിനും ഒട്ടേറെ പാഠങ്ങളും ഇന്നത്തെ ഫലത്തിൽ വ്യക്തമാണ്. അവയിൽ പ്രധാനം, അവയിലൊന്ന് ജനങ്ങൾ അവരിൽ നിന്നും സങ്കുചിതമായ ഗ്രൂപ്പ് കളികളും കുതികാൽ വെട്ടുമല്ല പ്രതീക്ഷിക്കുന്നതെന്നും മറിച്ച് കൂട്ടായ പ്രവർത്തനവും അച്ചടക്കത്തോടു കൂടിയുള്ള പ്രചാരണവും നടത്തിയാൽ മിന്നുന്ന വിജയം കൊയ്യാമെന്നുള്ളതുമാണ്. ടീം UDF ഇന്ന് നേടിയ ഉജ്ജ്വല വിജയം നിഷ്പക്ഷരായ നിരീക്ഷകരെ പോലും ഞെട്ടിക്കുന്നതാണ്. ഇതിൽ പ്രത്യേകതയോടുകൂടി എടുത്തു കാണിക്കേണ്ടത് കൊല്ലം കോർപ്പറേഷനിലെ ഭരണം പിടിച്ചെടുത്തതാണ്. രൂപീകൃതമായ കാലം മുതൽ കഴിഞ്ഞ 25 കൊല്ലമായി LDF ആണ് ഇവിടെ ഭരണം കൈയാളിയിരുന്നത്. ഒരു കാരണവശാലും UDF-ന് ഇവിടെ അനുകൂല വിധി ഉണ്ടാകില്ലെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അവിടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും മറ്റ് അനുകൂല ഘടകങ്ങളും എത്രമാത്രം ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ്. അതുപോലെ LDF-ന്റെ അവകാശവാദങ്ങൾക്ക് മുനയൊടിച്ചാണ് UDF കൊച്ചി, തൃശൂർ, കണ്ണൂർ കോർപ്പറേഷനുകൾ പിടിച്ചെടുത്തത്. കോഴിക്കോടാവട്ടെ UDF-ന് LDF-നെതിരെ ഒരു ശക്തമായ മത്സരം നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് സത്യം. 2020-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 6-ൽ 5 കോർപ്പറേഷനാണ് LDF വിജയം കണ്ടത്. കോർപ്പറേഷൻ തലത്തിൽ മാത്രമല്ല UDF-ന്റെ മുന്നേറ്റം, മറിച്ച് മുനിസിപ്പാലിറ്റികളിലും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും അത് ദൃശ്യമാണ്. കഴിഞ്ഞ തവണ 45 മുനിസിപ്പാലിറ്റികളാണ് UDF വിജയിച്ചിരുന്നതെങ്കിൽ ഇത്തവണ അത് 54 ഉയർന്നു. ജില്ലാ പഞ്ചായത്തിലാകട്ടെ LDF-ൽ നിന്ന് 3 ഇടങ്ങളിലെ ഭരണം UDF-ന് കഴിഞ്ഞ തവണത്തേക്കാൾ അധികമായി ലഭിച്ചു. 152 ബ്ലോക്ക് പഞ്ചായത്തുകളുടെ അവസാന കണക്ക് പുറത്തു വരുമ്പോൾ UDF-ന് 78-ഉം LDF-ന് 64-ഉമാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം യഥാക്രമം 43-ഉം 109-ഉമായിരുന്നു. 941 ഗ്രാമപഞ്ചായത്തുകളിലും UDF-ന്റെ മേൽക്കോയ്മയാണ് ഇന്ന് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ തവണത്തെ 375 എന്നുള്ള സംഖ്യ 500-ലേറെയാക്കി ഉയർത്തി ടീം UDF-ന് തങ്ങളുടെ സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞുവെന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്നാൽ ഇതിനെല്ലാം ഒരു അപവാദമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇന്നത്തെ ഫലങ്ങൾ സമ്മാനിച്ചിട്ടുള്ളത്. മറ്റേതൊരു മുന്നണികൾക്കും മുൻപ് തങ്ങളുടെ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ പ്രഖ്യാപിക്കുകയും പ്രചരണം ആരംഭിക്കുകയും ചെയ്തിട്ടുകൂടി ഇവിടെ പ്രതീക്ഷിച്ച ഫലം UDF-ന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ നേടിയ 19 സീറ്റുകൾ തന്നെ ഈ രാഷ്ട്രീയ സത്യത്തിന് ഒരു വലിയ പാഠം നൽകുന്നുണ്ട്. കൂട്ടായ പ്രവർത്തനവും മികച്ച സ്ഥാനാർത്ഥികളും മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യവും വരും കാലങ്ങളിൽ UDF-ന് പ്രതീക്ഷ നൽകുന്ന വലിയ ഘടകങ്ങളാണ്. അത്തരത്തിലൊരു പ്രവർത്തനം നടത്തിയ തിരുവനന്തപുരവും ടീം UDF-നൊപ്പം നിൽക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. ടീം UDF-ന്റെ മൊത്തത്തിലുള്ള വിജയം അവർ നടത്തിയ പുതിയ പരീക്ഷണത്തിന്റെ വിജയം കൂടിയാണ്. വൈഷ്ണവ് സുരേഷും ഫാത്തിമ തഹ്ലിയയും ജയലക്ഷ്മിയും മിവ ജോളിയും ആരതി പ്രദീപും പോലുള്ള യുവ നേതാക്കൾ നമ്മുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നതിന് പിന്നിലും UDF-ന്റെ ഈ പുത്തൻ പരീക്ഷണമാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.